അന്നയും റസൂലും എന്ന സിനിമയുടെ അവസാന രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. റസൂൽ കടലിലേക്ക് മുങ്ങി അന്നയെ തിരയുന്നതാണ് ആ രംഗം. തിരമാലകൾ തന്നെ റസൂലിനെ അന്നയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ആ രംഗം നമുക്ക് തോന്നും. അതൊന്നിൽ നിന്ന് ഓടി ഒളിക്കാനോ അല്ലെങ്കിൽ കീഴടങ്ങാനോ വേണ്ടി ചെയ്യുന്നതായി തോന്നിയിട്ടില്ല. തനിക്കായി നീന്തി വരുന്ന റസൂലിനെ കാണാൻ അന്ന ഏതോ പറഞ്ഞറിയിക്കാനാവാത്ത രൂപത്തിൽ ആ വെള്ളത്തിനടിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതായി നമുക്ക് തോന്നും. അവൻ അവളെ അവിടെ കാണുന്നതായി ഒരു നിമിഷത്തേക്ക് സിനിമ നമ്മെ വിശ്വസിപ്പിക്കുന്നുണ്ട്. അതും വീണ്ടും ജീവനോടെ തന്നെ. വീണ്ടും ആ മുഖത്തെ ചിരി മായാതെ, മരണം അവളെ തൊട്ടിട്ടില്ലാത്തതുപോലെ. എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗമാണ് ആ ഷോട്ട്. പ്രണയം എന്നേക്കുമായി നഷ്ടപ്പെട്ട റസൂൽ അന്നയുടെ അടയാളങ്ങൾ തിരയുന്നുണ്ട്. അന്നയില്ലാത്ത സ്ഥലങ്ങളിൽ, എന്നാൽ അവൾ ഒരിക്കലും വിട്ടുപോകാത്ത ഇടങ്ങളിൽ അവൾക്ക് രൂപങ്ങൾ നൽകി ജീവൻ കൊടുക്കുന്നു. ആ കടൽ തന്നെ അന്നയാണെന്ന് തോന്നിപ്പോകും. ആ തിരമാലകളും അനന്തമായ ചക്രവാളവും റസൂലിന്റെ ദുഃഖത്തെ സൂചിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്കിടയിലെ അസാധ്യമായ പ്രതീക്ഷയും അത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമ വീണ്ടും കാണാൻ എനിക്ക് മനസ്സ് വന്നിട്ടില്ല. ഒരു കഥ എന്നെ വേദനിപ്പിക്കുമെന്ന പേടി കൊണ്ടല്ല അത്. സിനിമകൾ കണ്ട് കരയുന്നത് ഒരു തെറാപ്പിയാണ്. പക്ഷേ ഇതൊരു സാധാരണ ദുരന്തത്തിൻ്റെ രൂപത്തിലല്ല പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്നത്. കരയുന്നതിന് മുൻപ് അങ്ങേയറ്റം യാഥാർത്ഥ്യവുമായി തോന്നുന്നു എന്നതുകൊണ്ട് ഒരുതരം മരവിപ്പാണ് ആദ്യം നമ്മെ ഇത് തളർത്തുന്നത്. അന്നയും റസൂലും തമ്മിലുള്ള പ്രണയം ഭാവനയുടെ രൂപത്തിലല്ല എഴുതപ്പെട്ടത്. അതിനൊരു പാട്ടോ പശ്ചാത്തല സംഗീതമോ അനാവശ്യ കളർ ഗ്രേഡിങ്ങോ ഒന്നും ആവശ്യം വന്നിട്ടില്ല. റസൂലിൻ്റെയും അന്നയുടെയും ഫെറി യാത്രകളിലെ മോഷ്ടിക്കപ്പെട്ട നോട്ടങ്ങളിലും മടിച്ചുള്ള സംഭാഷണങ്ങളിലും അന്നയുടെ കുടുംബത്തിനും സമൂഹത്തിനുമെതിരെയുള്ള നിശബ്ദമായ വിപ്ലവത്തിനുമൊക്കെ അത് താനെ വിരിഞ്ഞു പടർന്നു കയറുന്നതാണ്. കണക്കുകൂട്ടലില്ലാതെ പ്രണയിക്കുന്ന തൻ്റെ വികാരങ്ങൾ പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പ്രണയം തകരുന്നതുവരെ അതൊരു ശ്വാസമായി കൊണ്ടു നടന്ന റസൂലിലൂടെ പടർന്നു പന്തലിച്ചതിന് വേരുകളും ഉറപ്പിച്ചു. അന്നയുടെ ദുരന്തം മരണം മാത്രമല്ല, അത് തൻ്റെ പ്രണയത്തെ താങ്ങാൻ കഴിയാത്ത ഭാരമാക്കി ജീവിക്കേണ്ടി വരുന്ന ഒരു ജീവിതവും കൂടിയാണ്. അവസാനം അവൾ സ്വയം ജീവനൊടുക്കുമ്പോൾ അത് റസൂലിനോടുള്ള പ്രണയം ദുർബലമായതുകൊണ്ടല്ല, അവളെ ചുറ്റിയുള്ള ചുമരുകൾ വളരെ ശക്തമായിരുന്നത് കൊണ്ടാണ്. അവൾ കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിനും സമൂഹത്തിൻ്റെ പ്രതീക്ഷകളുടെ ഭാരത്തിനും സ്വന്തം സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹത്തിനും ഇടയിൽ കുടുങ്ങിപ്പോയിരുന്നു. റസൂൽ അവളെ സ്വന്തം ജീവനോളം സ്നേഹിച്ചിരുന്നു. പക്ഷേ അവളുടെ ജീവൻ നിലനിർത്താൻ അവന് പോരാതെ വന്നു. അതാണ് ഈ സിനിമയെ ഇത്രയും വേദനാജനകമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിൽ റസൂൽ കടലിലേക്ക് മുങ്ങുമ്പോൾ അതിനെ മരണത്തിനുള്ള ശ്രമമായി എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. അന്ന കടലിലല്ലാതെ മറ്റെവിടെയാവാനാണ്? അവരുടെ ബോട്ട് യാത്രകളും ഒരുമിച്ചുള്ള നിമിഷങ്ങളും ദുർബലമായ സ്വപ്നങ്ങളും കൊണ്ടു നടന്ന വെള്ളത്തിലല്ലാതെ. അവളെ കണ്ടെത്താൻ അവൻ മറ്റെവിടെയാണ് പോകേണ്ടത്? കടലിൽ റസൂലിനെ എടുക്കുന്നില്ല. റസൂലാണ് കടലിനെയും അന്നയെയും തൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മുകളിലേക്ക് നീന്തി വരുന്നത്. അന്നയെ അവസാനമായി ഒരു നോക്ക് കണ്ട ശേഷം നിശബ്ദമായ റസൂലിൻ്റെ ആ ഒരു പോക്കുണ്ട്. ഏതൊരു മരണരംഗത്തെക്കാളും ഭാരമുള്ളതായിട്ട് അത് തോന്നുകയും ചെയ്യും. കാരണം ജീവനില്ലാത്ത അന്നയുമൊത്ത് അവൻ്റെ ജീവിതം അവിടെ തുടരുകയാണ്. അതാണ് ഏറ്റവും കഠിനമായ സത്യം. പ്രണയം അവസാനിക്കാം, ആളുകൾ വിട്ടുപോകാം, മരണമെല്ലാം തിരിച്ചെടുക്കാം. പക്ഷേ ലോകം നിർത്താതെ നീങ്ങിക്കൊണ്ടിരിക്കും. റസൂലിനും അവസാനമില്ല. അവൻ അന്നയുടെ അഭാവത്തിൻ്റെ മുറിവ് എവിടെയും ഇഷ്ടത്തോടെ കൊണ്ടു നടക്കും. ഒരുപക്ഷെ അതാണ് അവൻ്റെ കാതലും. പ്രണയത്തിന് എപ്പോഴും പൂർണ്ണതയുടെ കഥയല്ലല്ലോ. അന്നയും റസൂലും എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് നിലനിൽക്കുന്നത് അതിൻ്റെ അവസാനം തരുന്ന വേദന മാത്രമല്ല, ഒരു പ്രണയകഥയെ എത്ര ക്രൂരമായ സത്യസന്ധതയോടെയാണ് പറഞ്ഞു വെച്ചത് എന്നതിലാണ്. അതൊരു ആശ്വാസവാക്കിലോ രംഗത്തിലോ ഒതുക്കി നമ്മെ പറഞ്ഞയച്ചില്ല. നമ്മളെന്നും ശീലിച്ചത് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്ന സിനിമകളോടാണ്. ഈ സിനിമ അത് പൂർണ്ണമായും നിരസിച്ചു. പകരം നമുക്ക് കൂടുതൽ കഠിനമായ ഒന്ന് സമ്മാനിച്ചു. പ്രണയം ദുർബലമാണെന്ന സത്യം, ചിലപ്പോൾ പ്രണയം പോലും പര്യാപ്തമല്ലെന്ന സത്യം, ജീവിതം നിലച്ചതിന് ശേഷവും ഓർമ്മകൾ നിലനിൽക്കുമെന്ന സത്യം. അന്നയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം റസൂലിൻ്റെ കണ്ണുകൾ തിരമാലകളെ തിരയുന്നത് എനിക്ക് ഭാവനയിലൂടെ കാണാൻ കഴിയും. കടലിനടിയിൽ ശരിക്കും അവൻ അവളെ കണ്ടോ? അത് ഒരു രൂപമായിരിക്കുമോ? അത് വെറും ഒരു ഓർമ്മയാണോ? അതുമല്ലെങ്കിൽ തീവ്രമായ ദുഃഖത്തിൻ്റെ ഒരു കൺകെട്ട് വിദ്യയായിരിക്കും? എന്നിരുന്നാലും ഒരു നിമിഷത്തേക്ക് അവൻ അവളെ വീണ്ടും കണ്ടെത്തിയെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്നയും റസൂലും വീണ്ടും കാണാത്തതും. കാരണം അത് മരണം തന്ന ഒരു തുറന്ന മുറിവാണ്. മുറിവുകൾ നിലനിൽക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കാൻ അവയെ വീണ്ടും തുറക്കേണ്ടതില്ല.
അവ നിശബ്ദമായി ജീവിച്ചോളൂ. അന്ന റസൂലിനോടൊപ്പം ജീവിക്കുന്നത് പോലെ. കൊച്ചിയിലെ തെരുവുകളിലല്ല, അവളെ എന്നും നിശബ്ദമാക്കിയ വീട്ടിലല്ല, കടലിൽ. ഒരുപക്ഷെ റസൂലിൻ്റെ ഓർമ്മകളിൽ ആ കടൽ തന്നെയാകും അന്ന. നന്ദി, രാജീവ് രവി. കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഗെയിംസ് കളിച്ച് റിവാർഡ്സ് സ്വന്തമാക്കാനും ഉടൻ തന്നെ ഫാൻ ബെൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.